ഹയർ സെക്കൻഡറി രണ്ടാം വർഷ കമ്പ്യൂട്ടർ സയൻസിലെ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് എന്ന ടോപ്പിക് പഠിക്കാം. ബിഫോർ ഗോയിങ് ടു സ്ട്രക്ചേഴ്സ്, ലെറ്റ് us റിവൈസ് വാട്ട് ഈസ് ആൻ array. എന്താണ് array? Array is a collection of elements of the same data type stored in contiguous memory location, and it is called a derived data type. എങ്ങനെയാണ് ഒരു array ഡിക്ലെയർ ചെയ്യുന്നത്? array ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. Data type, array name, within square bracket, size of the array. കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചിട്ടുണ്ട് എവ്രി C++ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് എൻഡ് വിത്ത് എ സെമിക്കോളൻ. അപ്പോൾ ഇവിടെ array ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റും ഒരു സെമിക്കോളൻ വെച്ച് അവസാനിപ്പിക്കണം. ഇനി നമുക്ക് array ഡിക്ലറേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കി നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ int k of 10. ഇവിടെ 10 സൂചിപ്പിക്കുന്നത് 10 വാല്യൂസ് സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ്. ഇൻറ്റ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇൻറ്റീജർ ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. കെ ആണ് എറേക്ക് നൽകിയിട്ടുള്ള പേര്. അപ്പോൾ 10 ഇൻറ്റീജർ വാല്യൂസ് കെ എന്ന പേരിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. എറേയുടെ പ്രത്യേകത അനുസരിച്ച് ഈ 10 ഇൻറ്റീജർ വാല്യൂസും തൊട്ട് അടുത്തുള്ള സ്ഥലങ്ങളിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇവിടെയും അവിടെയും ആയിട്ടല്ല, തൊട്ട് അടുത്തുള്ള സ്ഥലങ്ങൾ. അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ കണ്ടീജിയസ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഉദാഹരണത്തിൽ ഒരു ക്യാരക്ടർ അറേയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ആ ക്യാരക്ടർ അറേക്ക് നൽകിയിട്ടുള്ള പേരാണ് നെയിം. അതിൽ എത്ര ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും? 25 ക്യാരക്ടേഴ്സ്. ക്യാർ സൂചിപ്പിക്കുന്നത് ക്യാരക്ടർ ഡേറ്റ ടൈപ്പാണ്. അടുത്ത ചോദ്യം, എറേക്ക് എന്ത് പേര് വേണമെങ്കിലും നൽകാൻ പറ്റുമോ? എറേക്ക് നമുക്ക് ഇഷ്ടമുള്ള പേര് നൽകാം. എന്നിരുന്നാലും ചില നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഐഡൻറ്റിഫയർ നെയിമിംഗ് റൂൾസ്. ലെറ്റേഴ്സ് അണ്ടർസ്കോർ ഡിജിറ്റ് വെച്ചാണ് ഒരു ഐഡൻറ്റിഫയർ നിർമ്മിക്കേണ്ടത്. അത് ഒരിക്കലും ഡിജിറ്റ് വെച്ച് തുടങ്ങാൻ പാടുള്ളതല്ല. കീവേഡ്സ് ഐഡൻറ്റിഫയേഴ്സായി ഉപയോഗിക്കാൻ പറ്റില്ല. വൈറ്റ് സ്പേസും ഉപയോഗിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ക്ലാസ് റൂമിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ്, ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അത് വാലിഡ് ഐഡൻറ്റിഫയർ അല്ല. എന്നാൽ ഈ ഗ്യാപ്പ് നമ്മൾ എടുത്തു കളഞ്ഞാൽ ക്ലാസ് റൂം എന്ന് ഒറ്റ വേർഡാക്കി എഴുതുകയാണെങ്കിൽ അതൊരു വാലിഡ് ഐഡൻറ്റിഫയർ ആണ്. ഒരു കാര്യം കൂടിയും ചെയ്യാവുന്നതാണ്, ക്ലാസ് അണ്ടർസ്കോർ റൂം എന്നും എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഗ്യാപ്പ് കളയാനായിട്ട് നമുക്കവിടെ അണ്ടർസ്കോറിന് പകരം വേറെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് എലൗഡ്. ഇനി ഏറ്റവും അവസാനത്തെ നിയമം എന്താണ്? ഇറ്റ് ഈസ് കേസ് സെൻസിറ്റീവ്. ഇനി എല്ലാവരും വേഗം ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് നിങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റ് നെയിം, ആദ്യത്തെ പേര് ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാം. അതിനുശേഷം നിങ്ങളുടെ പേരിലെ ഫസ്റ്റ് നെയിം തന്നെ ഫുൾ സ്മോൾ ലെറ്റേഴ്സിൽ എഴുതാം. അടുത്തതായിട്ട് നിങ്ങളുടെ പേരിലെ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റലിലും ബാക്കിയുള്ളതെല്ലാം സ്മോൾ ലെറ്റേഴ്സിലും എഴുതാം. എഴുതി കഴിഞ്ഞാൽ 3 1 തന്നെയല്ലേ? പക്ഷേ C++ൽ അത് 3 വ്യത്യസ്ത ഐഡൻറ്റിഫയേഴ്സാണ്. ഇനി ഒരു ഉദാഹരണം കൂടി നോക്കാം. FOR എല്ലാം സ്മോൾ ലെറ്റേഴ്സിൽ എഴുതിയേ. അടുത്തതായിട്ട് എല്ലാം FOR 3 ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയേ. ഇനി F ക്യാപിറ്റൽ OR സ്മോൾ ലെറ്റേഴ്സ്. അടുത്തത് F സ്മോൾ ലെറ്റർ O ക്യാപിറ്റൽ ലെറ്റർ R സ്മോൾ ലെറ്റേഴ്സ്. അങ്ങനെ നമുക്ക് അതിൻ്റെ പല കോമ്പിനേഷൻസും തുടർന്നും എഴുതാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ FOR സ്മോൾ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുള്ളത് കീവേഡാണ്. അത് ലൂപ്പ് കൺസ്ട്രക്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതൊഴികെ ബാക്കിയുള്ളതെല്ലാം വാലിഡ് ഐഡൻറ്റിഫയേഴ്സാണ്. അതുകൊണ്ടാണ് C++ കേസ് സെൻസിറ്റീവ് ആണ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് തിരിച്ച് എറേ ഡിക്ലറേഷൻ സിൻടാക്സിലേക്ക് വരാം. അവിടെ സൈസ് സൂചിപ്പിക്കുന്നത് എറേയുടെ സൈസിനെയാണ്. അവിടെ നമുക്കൊരു ഇൻറ്റീജർ വാല്യൂ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ആണ് സ്ട്രക്ചർ. സ്ട്രക്ചർ ഇസ് എ കളക്ഷൻ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്പ് സ്റ്റോർഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. എന്നിരുന്നാലും ഒരു സ്ട്രക്ചറിൻ്റെ കീഴിൽ വരുന്ന എലിമെൻറ്റ്സ് തമ്മിൽ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. മാത്രമല്ല ഇതൊരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്.
Next, coming to the structure declaration syntax. Structure declaration അല്ലെങ്കിൽ definition തുടങ്ങുന്നത് struct എന്നുള്ള കീവേഡിൽ നിന്നാണ്. struct എന്നുള്ള കീവേഡ് സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. struct keyword is followed by the structure name and within the curly braces the data elements are listed. And the most important, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സ്ട്രക്ചർ ഡെഫിനിഷനും അവസാനിക്കുന്നത് സെമി കോളനിലാണ്. സ്ട്രക്ചർ നെയിമിന് പറയുന്ന വേറൊരു പേരാണ് സ്ട്രക്ചർ ടാഗ്. എറേയിൽ പറഞ്ഞതുപോലെ തന്നെ സ്ട്രക്ചർ നെയിം എന്നുള്ളത് വാലിഡ് ഐഡൻറ്റിഫയേഴ്സ് ആയിരിക്കണം. Structure elements are declared using the statement data type variable 1, data type variable 2, etc. എന്താണ് വേരിയബിൾസ്? വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻസിനെ പേര് ചൊല്ലി വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐഡൻറ്റിഫയേഴ്സ് ആണ്. ഇനി നമുക്ക് സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സ്ട്രക്ചർ ഡെഫിനിഷൻ സ്ട്രക്ട് കീവേഡ് വെച്ചാണ് തുടങ്ങേണ്ടത്. ഇവിടെ നമ്മൾ സ്റ്റുഡൻറ്റ് എന്നൊരു സ്ട്രക്ചറാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ സ്ട്രക്ചറിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? റോൾ, നെയിം, കോഴ്സ് ആർ ദ 3 elements that we have defined in this student structure. Now let us move on to the next example. ഡേറ്റ് ഓഫ് ബർത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഡേറ്റ് ഓഫ് ബർത്തിന് ഡേ, മന്ത് ആൻഡ് ഇയർ ആണ് ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ 3 ഇൻറ്റ് ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇതിൽ മന്ത് വേണമെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ എറേ ഉപയോഗിച്ചുകൊണ്ടും ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. സോ ലെറ്റ് us look at the structure definition once more. ഇവിടെ സ്ട്രക്ട് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് സ്ട്രക്ചർ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം സ്ട്രക്ചറിന് ഒരു പേര് നൽകണം. DOB എന്നുള്ള സ്ട്രക്ചർ നെയിം അല്ലെങ്കിൽ സ്ട്രക്ചർ ടാഗ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓപ്പണിംഗ് ബ്രേസസ്, ഇൻറ്റ് ഡേ സെമി കോളൻ, ഇൻറ്റ് മന്ത് സെമി കോളൻ, ഇൻറ്റ് ഇയർ സെമി കോളൻ, ക്ലോസിംഗ് ബ്രേസസ്. ഇനി സ്ട്രക്ചർ ഡെഫിനിഷൻ എൻഡ് ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും ഒരു സെമി കോളൻ. ഇനി നമുക്ക് സ്റ്റുഡൻറ്റ് സ്ട്രക്ചർ ഡെഫിനിഷനിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഒരു എലിമെൻറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഡേറ്റ് ഓഫ് ബർത്ത്. എന്താണ് ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡേറ്റ ടൈപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്? DOB. DOB is a data type that we have defined in our program. DOB എന്ന സ്ട്രക്ചർ നമ്മൾ ഏത് പ്രോഗ്രാമിലാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിൽ ഒരു ഡേറ്റ ടൈപ്പായി DOB ഉപയോഗിക്കാവുന്നതാണ്. ഇതിനാലാണ് സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആണ് എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറിന് എത്ര മെമ്മറി വേണ്ടി വരും? ഈ മെമ്മറി എപ്പോഴാണ് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് സ്ട്രക്ചറിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യുക? ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.